ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞ ഈ കുന്നു കയറി പോണം. ഓ അങ്ങനെ വീടുകളും കൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ റേഞ്ച് ഉള്ള ഒരു വീട് വേണം. ഇത് റേഞ്ചും ഇല്ല, ഒരു പുല്ലും ഇല്ല അവന്റെ. മുരുക മുരുക പുലി മുരുക ഇന്ന് ബമ്പർ അടിക്കും പുലി മുരുക. മുരുക മുരുക എന്തിനാ വിഷമിച്ചിരിക്കണത്? എന്തിനു പറയാടെ, രാവിലെ വീട്ടിൽ നിറങ്ങിയപ്പോ ഒരു സങ്കടം, കാര്യങ്ങൾ ആലോചിച്ചപ്പോ ഒരു വിഷം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഴിയണത്? നിന്നെ കാലിന്റെ കുരുവ കുളുവും തേങ്ങയൊന്നുമില്ല ഡേ. നിനക്ക് അറിഞ്ഞുകൂടാ എന്തിനു മേലേക്ക് നല്ലൊരു പാട്ട് പാടിയില്ലാതാണ് സംഭവം. ഞാൻ ഇന്നലെ പുലിമുരുക സിനിമ കണ്ടതാ. ഓ ഒന്നും പറയണ്ടളിയാ, സൂപ്പർ സിനിമ. പുലിമുരുക സിനിമയും കണ്ടുകൊണ്ട് വന്നിരിക്കുന്നത്. നീ ഇന്നലെ സിനിമ കണ്ടത്? എടാ അത് വർഷങ്ങൾക്കും പറഞ്ഞ സിനിമ. അതിൽ അഭിനയിച്ച കൊച്ചു ചേർക്കണ്ടല്ല, അവന്റെ കല്യാണം കഴിഞ്ഞ അവന്റെ ഭാര്യ പ്രസവിച്ചെന്ന് പറഞ്ഞത്. ഇതെപ്പം നീ എന്തിണ്ടാ കഴിഞ്ഞു പോണത്? രാവിലെ ഉറക്കം ഒഴിച്ചപ്പോഴൊരു മൂടം, അങ്ങനെ ഇവിടെ കയറി ഒന്ന് കുത്തിയിരുന്ന് എന്റെ നടുവരിച്ചു. അങ്ങനെയാണ് നീ വന്നപ്പോ എഴിക്കണ്ടല്ലോ എന്ന് ഇറങ്ങിയത്. ഞാൻ രാവിലെ ഇട്ടൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെന്നും രാവിലെ ഉറക്കം ഒഴിച്ച് ഈ തോട്ടുകരയിൽ വേലയും കൂലിയില്ല വന്നിരിക്കും, കൊത്തപിടി, ചൂണ്ടയടക്കം, ഞണ്ടുപിടി, ഇതൊക്കെ നമ്മുടെ ജോലി. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു. അത് ഞാനും ആലോചിക്കാതെ ഇല്ല, നിന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഇവിടെ നിനക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയെന്നെങ്കിൽ എന്നോട് പറയാറുണ്ട്. ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്റെ ഇതൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ മെഡിക്കൽ റിപ്പ് അറിയാമോ? മെഡിക്കൽ ഡോക്ടർമാരെ നമുക്ക് അതങ്ങ് ചെയ്താലോ. അത് കൊള്ളാടേ. മെഡിക്കൽ റിപ്പ് കാണാൻ നല്ല ലുക്കും ഉണ്ട് നമ്മൾ. പക്ഷെ യോഗ്യത 10ാം ക്ലാസ് ഫെയില്. ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ അതേപടി എഴുതി വെച്ച് കട്ടപ്പെട്ടത് എഴുതിയല്ലെന്ന് പറഞ്ഞ് പാവം സാർ 2 ദിവസം തന്നത് 2 മാർക്ക്. എല്ലാം യോഗ്യത തന്നെ. ഇവിടെ കിട്ടുകയും ചെയ്യും ജോലി. ഓഹോ, നമുക്ക് നാളെ തന്നെ ട്രൈ ചെയ്യാം. ഇവിടെ നീ എന്താ യോഗ്യത സർട്ടിഫിക്കറ്റ് വിചാരിച്ചത്? ഇവിടെ ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാ? ഇവിടെ സംഭവമൊക്കെ ഓക്കെ. ഇതെല്ലാം കൂടി വാരി പറയിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകണം മരുന്ന്. ഇവന്മാര് വായിക്കോ ഇല്ലെന്ന് എന്നുള്ള കാര്യം നമുക്കറിഞ്ഞു. അതുപോലെ നമ്മൾ ഈ മരുന്നിനെ കുറിച്ച് ഡോക്ടർമാരോട് വിവരിച്ചു കൊടുക്കണം. അതിനുള്ള ഗ്രാഹ്യം നമുക്കില്ല. നമുക്ക് ആകെ അറിയുന്നുള്ളത് പാരസെറ്റമോൾ, റാൻഡാക്ക്, റാൻഡിഡ്, ഈ 3 പേര് നമുക്ക് എല്ലാവർക്കും. ഇതൊക്കെ നിനക്കറിയാം? ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളിൽ നമ്മൾ ഏത് അസുഖത്തിന്റെ പോയാലും തരണം ആപ്പാട് തരണം ഈ 3 മരുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പുറത്ത്. ഇതെല്ലാം അറിയേണ്ടത്. നമ്മൾ കുറെ കടകളിൽ കൊണ്ടുകൊടുക്കുക, വായിച്ച് നമുക്ക് അറിയാം. നമ്മളും കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, 3 മരുന്ന് അകത്തു നിന്നാണെങ്കിലും 5 മരുന്ന് പുറത്തു നിന്നാണ്. ഇതാണ് നമ്മൾ മൂലെടുക്കാണ്ട്. അയ്യോ ഇല്ലടാ വയ്യ. ഇടേ നമുക്ക് നമ്മൾ നേരെ ഡോക്ടർമാരെ അടുത്ത് പോകുന്നു. അല്ലടാ, നമ്മൾ ഡോക്ടർമാരെ അടുത്ത് പോകുമ്പോ നമുക്ക് ഏതെങ്കിലും ഡോക്ടർ ആദ്യം വശത്താക്കണം. അതന്നെ, റൂമിൽ പോയി ഇവര് റൂമിലാണല്ലോ ഏറ്റവും കൂടുതൽ. അവിടെ ചികിത്സ എടാ അവര് കൺസൾട്ടി സമയത്ത് നമ്മൾ ഇടിച്ച് കയറും. എടാ മൈരെ, അതല്ല ഞാൻ പറയണത്. എടാ നമ്മൾ ആദ്യം ഒരു ഡോക്ടറിന് പൈസ കൊടുത്ത് നമ്മൾ ട്യൂഷൻ എടുക്കും പോലെ ഈ മരുന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഡോക്ടറിനെ നമ്മൾ ഒരു സാറാക്കണം, ഒരു അധ്യാപകനാക്കി നമ്മളെ പഠിപ്പിക്കുക. അവരെ കയ്യിൽ പഠിക്കണം. എന്നിട്ടാണ് ഈ സാധനം കൊണ്ട് അങ്ങ് പോകാനുള്ളത്. എടാ മണ്ടാ, ഞാനും അത് തന്നെ പറഞ്ഞ. ഇവിടെ ഇപ്പം റൂമിൽ ഡോക്ടർമാരിക്കുമല്ലോ കൺസൾട്ടിങ്. ഇവിടെ അവിടെ പോയി ഡോക്ടർമാരെ കയറി ഇടിച്ച് കയറിക്കാൻ അത് കണ്ടിട്ടില്ല. നമ്മൾ മരുന്നിന് പോകുമ്പോ മെഡിക്കൽ റിപ്പോർട്ട് അതുപോലെ പോയി കണ്ണ് കാണാന്നാണ് ഞാനും പറയണത്. ഓ എടാ, അവന്മാർ ഇടിച്ചു കയറി കാണാൻ പറഞ്ഞത് ഡോക്ടറിന്റെ കൂടി പഠിക്കാനല്ല, ആ മരുന്നല്ല പഠിച്ചിട്ട് മരുന്നിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലാവൂടെ? ഇവിടെ ഞാനും അത് തന്നെ പറഞ്ഞത്. നമ്മൾ ഈ പേരും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങി ഈ മരുന്നിനെ കാണിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പറയും നിങ്ങൾ ഇത് എവിടെയൊക്കെ കാണിക്കോ, അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് നമുക്ക് പറയാം. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മലയാളമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് അവന്മാര് പഠിച്ചിട്ട് വന്നാണ് ഈ മരുന്നിനെ കുറിച്ച് പറയാനാണ് ഡോക്ടറെ അടുത്ത് കൊടുക്കുന്നത്. ഞാൻ മലയാളം പറയാൻ മനസ്സിലാവും. ഞാൻ ഐഡിയ കൊണ്ടുവന്നത്. നീ ഐഡിയ കൊണ്ട് നിനക്ക് ഞാൻ പറയണ മനസ്സിലാക്കണേ. പൈസ ഞാൻ തന്നെ ഐഡിയ കൊണ്ടുവന്നത്. മരുന്ന് വിൽക്കാൻ പോണ ആരാണ്? മരുന്ന് അതിന് വല്ലതൊക്കെ അറിഞ്ഞിരിക്കണം. പറഞ്ഞ മനസ്സിലായ? നീ സമാധാനപ്പെടും. നമ്മള് പോകുമ്പോ രോഗികൾ അവിടെ നിൽക്കുമല്ലോ വരിയായിട്ട്. നമ്മൾ ഇനി അതിന്റെ ഇടയിൽ കൂടെ കയറി ഡോക്ടറെ കാണുമല്ലോ. അവിടെ നില. എന്നിട്ട് നമ്മൾ ഡോക്ടറിന്റെ കയ്യിൽ മരുന്ന് കൊടുക്കും. അതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവൂടാ. ഈ മരുന്നിനെ ഡോക്ടർമാര് രോഗിക്ക് എഴുതി കൊടുക്കും. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? ഇവിടെ നിന്ന് എന്നെ കൊല്ലും. നീ പോടാ. എന്നെ ഇന്ന് ഞാൻ അടിച്ച് കൊല്ലും. എവിടെ പോയാ? എടാ അവിടെ അല്ലടാ, ഇവിടെ ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. മരുന്നിരിക്കാൻ പോണം എന്ന് പറഞ്ഞ എന്നാ
ഈ പാലത്തിന്റെ അവസ്ഥ വേണ്ട. ഇതിൽ വീണ് ചത്താലേ ആരും തരൂല. ഞാൻ അപ്പുറത്ത് പോയിട്ട് നീ എന്നെ അവിടെ വന്ന് തല്ല്. ഞാൻ അപ്പുറത്ത് പോവാ. ഓടി തള്ളിക്കളന്നല്ലേ അവൻ എന്നെ തല്ലിക്കൊല്ലു. ഒരു ഐഡിയ, എന്റെ ഐഡിയക്ക് ഒരു വിലയില്ലല്ലോ ബാബാനെ. അയ്യോ 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 അയ്യോ. പൂവിട്ട് വേണം നിന്നെ ഞാൻ നിന്നെ പൂടാ. എടാ എടാ ആടാ ബിനോയ്, ബിനു ആടാ അടിക്കണ്ടടാ.